ചരിത്രപ്രസിദ്ധമായ ആറന്മുള ഉത്രട്ടാതി ജലമേള അതിൻ്റെ വിശേഷങ്ങളിലേക്കാണ് ഇന്ന് ഉച്ചയ്ക്ക് 1:30 ജലമേള മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്യും. 52 പള്ളിയോടങ്ങളാണ് ജലമേളയിൽ പങ്കെടുക്കുന്നത്. സുധീഷ് ചേരുകയാണ് വിവരങ്ങളുമായി. സുധീഷ്, എല്ലാ ഒരുക്കങ്ങളും അവസാനവട്ട ഒരുക്കങ്ങളടക്കം പൂർത്തിയായി കഴിഞ്ഞു. 52 മത്സര പള്ളിയോടങ്ങൾ മാറ്റുരയ്ക്കുന്ന മത്സരം. ഈ സൂചിപ്പിച്ചതുപോലെ ആരൊക്കെ അതിഥികളായി എത്തും, എങ്ങനെയാണ് അവിടുത്തെ ആവശ്യം? തീർച്ചയായും സ്വപ്ന, ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ ഒരു പ്രദേശം ആറന്മുള ഉത്രട്ടാതി വള്ളംകളി നടക്കുന്ന ഒരു പ്രധാന വേദിയാണ്. ഇവിടെ ഇതിനായുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. പ്രധാനമായും രാവിലെ 9 മണിയോടുകൂടി ആറന്മുള ക്ഷേത്ര ശ്രീകോവിലിൽ നിന്നുള്ള ദീപം ഈ ഘോഷയാത്രയായി ഈ സത്രം പവലിയനിൽ എത്തിച്ച ശേഷം രാവിലെ 10-ന് പത്തനംതിട്ട ജില്ലാ കളക്ടർ പ്രേംകൃഷ്ണൻ ഈ ആറന്മുള ഉത്രട്ടാതി ജലോത്സവത്തിനുള്ള ഒരു പതാക ഉയർത്തും. തുടർന്ന് ഉച്ചയ്ക്ക് 1 മണിയോടെയായിരിക്കും പള്ളിയോടങ്ങൾ ക്ഷേത്രക്കടവിലേക്ക് എത്തുക. തുടർന്ന് ജലമേളയോടനുബന്ധിച്ചുള്ള പൊതുസമ്മേളനവും മറ്റു ചടങ്ങുകളുമൊക്കെ നടക്കും. ഇതിനായുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ ഇപ്പോൾ ഈ ഒരു പ്രദേശത്ത് പൂർത്തിയായി കഴിഞ്ഞു. തീർച്ചയായും ഈ ഒരു പ്രദേശം ആ ജലോത്സവത്തെ വരവേൽക്കുന്നതിനുള്ള, ജലോത്സവം ആഘോഷമാക്കി മാറ്റുന്നതിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി ആ ഒരു ആഘോഷ നിറവിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഈ പ്രദേശത്തെല്ലാം തന്നെ ഇപ്പോൾ ഒരു ഉത്സവ ലഹരിയിലാണ്. ആ ഉത്സവാന്തരീക്ഷത്തിൽ തന്നെയാണ് ഇപ്പോൾ ഈ പ്രദേശം മുഴുവനുള്ളത്. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട പള്ളിയോട സംഘങ്ങളിലെ പ്രതിനിധികളും നമ്മളോടൊപ്പമുണ്ട്. പള്ളിയോട സംഘം ഭാരവാഹികളാണ് ഈ ഒരു വിശേഷങ്ങൾ, അല്ലെങ്കിൽ ഈ ആറന്മുള ഉത്രട്ടാതി ജലോത്സവത്തിൻ്റെ ആഘോഷങ്ങൾ അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഒരുക്കങ്ങളെക്കുറിച്ച് നമ്മളോട് പറയുന്നത്. സാർ, എന്തൊക്കെയാണ് ഇനിയുള്ള ഒരുക്കങ്ങൾ, അല്ലെങ്കിൽ പൂർത്തിയായി കഴിഞ്ഞു, ഇനി എന്തൊക്കെയാണ് പ്രധാന ചടങ്ങുകൾ, ഇന്നത്തെ ആഘോഷ പരിപാടികൾ? ഇന്ന് രാവിലെ നമ്മുടെ ക്ഷേത്രത്തിൽ നിന്നും ദീപവും വെച്ചുകൊണ്ടുള്ള ഘോഷയാത്ര, ആ ഘോഷയാത്ര ഇവിടെ സത്രക്കടവിൽ എത്തിച്ചേർന്നതിന് ശേഷം ജില്ലാ കളക്ടർ പതാക ഉയർത്തും 10 മണി. അതിനുശേഷം ഒരു 12 മണിയോടുകൂടി വള്ളസദ്യ, അതായത് ഇവിടെ വരുന്ന വിശിഷ്ട വ്യക്തികൾക്ക് വള്ളസദ്യ കൊടുത്ത് അതുമായി ബന്ധപ്പെട്ടുള്ള മറ്റു കാര്യങ്ങളിലേക്ക് കടന്ന് 1:30 ജലോത്സവം ആരംഭിക്കും. ജലോത്സവത്തിൻ്റെ ക്രമീകരണങ്ങളെക്കുറിച്ച് റേസ് കമ്മിറ്റി കൺവീനറുണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തിനോട്ടുള്ള ഹീൽസും കാര്യങ്ങളും നിശ്ചയിച്ചിട്ടുണ്ട്. നെഹ്റു ട്രോഫി മോഡലിലുള്ള ഡിജിറ്റൽ സംവിധാനത്തോടുള്ള ഷാർട്ടിങ്ങും ഫിനിഷിങ്ങുമാണ്. അത് കഴിഞ്ഞ പ്രാവശ്യം അത് വിജയിച്ചെന്നുള്ളതുകൊണ്ട് ഇപ്രാവശ്യം അത് തന്നെ നമ്മൾ മുൻകൈ എടുത്തിട്ട് നടപ്പിലാക്കി മുന്നോട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് 51 പള്ളിയോടങ്ങൾ, റാന്നി ഇറങ്ങാത്തില്ല ഇപ്രാവശ്യം ഒന്നും അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കൂടാതെ 51 പള്ളിയോടങ്ങൾ ഇപ്രാവശ്യം ജലമേളയ്ക്ക് പങ്കെടുക്കുന്നുണ്ട്. എങ്ങനെയാണ് ഈ മത്സരത്തിൻ്റെ ഒരു ക്രമീകരണങ്ങളൊക്കെ? എത്ര മത്സരം, എത്ര ഹീറ്റ്സാണ്, അല്ലെങ്കിൽ ഏതൊക്കെ ബാച്ചുകളാണ്, എങ്ങനെയാണ്? മൊത്തം ഇവിടെ പറഞ്ഞു 50 പള്ളിയോടങ്ങളാണ് മത്സര വള്ളംകളിയിൽ പങ്കെടുക്കുന്നത്. എ ബാച്ചിൽ 35 പള്ളിയോടങ്ങളും ബി ബാച്ചിൽ 15 പള്ളിയോടങ്ങളും ഈ മത്സരത്തിൽ ജലഘോഷയാത്രയിലും പങ്കെടുക്കും. മുതവഴി പള്ളിയോടം ജലഘോഷയാത്രയിൽ പങ്കെടുത്ത് മത്സര വള്ളംകളിയിൽ പങ്കെടുക്കുന്നില്ല. ബി ബാച്ചിൽ ആദ്യത്തെ മത്സരം ജലഘോഷയാത്ര ആരംഭിക്കും. അതിനുശേഷം എ ബാച്ചിൻ്റെ ജലഘോഷയാത്ര ആരംഭിക്കും. ജലഘോഷയാത്ര ആരംഭിച്ച് കഴിഞ്ഞിട്ട് സത്രത്തിൻ്റെ അവിടുന്ന് ഫിനിഷിംഗ് പോയിന്റ് സ്റ്റാർട്ടിംഗ് പോയിന്റ് ചെന്ന് കഴിയുമ്പോൾ അവിടുന്ന് അദ്ദേഹം പറഞ്ഞ പോലെ ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് സ്റ്റാർട്ടിങ്ങിലുള്ള മത്സര വള്ളംകളി ആരംഭിക്കും. ഏറ്റവും കുറഞ്ഞ വേഗതയിലെത്തുന്ന പള്ളിയോടത്തിന്, കുറഞ്ഞ സമയത്തെത്തുന്ന പള്ളിയോടങ്ങളെ 1, 2, 3, 4 പള്ളിയോടങ്ങൾ, കുറഞ്ഞ സമയത്തെത്തുന്ന പള്ളിയോടങ്ങൾ ഫൈനലിലും 5, 6, 7, 8 വരുന്ന പള്ളിയോടങ്ങൾ ലൂസേഴ്സ് ഫൈനലും കളിക്കും. അങ്ങനെ 2 ബാച്ചിൻ്റെയും ആദ്യം ലൂസേഴ്സ് ഫൈനൽ നടക്കും, പിന്നെ ബി ബാച്ചിൻ്റെ ഫൈനൽ നടക്കും. അതിനുശേഷം എ ബാച്ചിൻ്റെ ഫൈനൽ നടക്കും. അതിൽ വിജയിയായി എത്തുന്ന പള്ളിയോടത്തിന് മന്നൻ ട്രോഫി നൽകും. എയിലും ബിയിലും മന്നൻ ട്രോഫി നൽകും. നന്നായി പാടിത്തുഴഞ്ഞ വരുന്ന പള്ളിയോടങ്ങളെ അനേക പുരസ്കാരങ്ങൾ നൽകുന്നതായിരിക്കും. തീർച്ചയായും അത് തന്നെയാണ് ആഘോഷങ്ങൾ. ആ രീതിയിലാണ്, കൃത്യമായ ഒരു ക്രമീകരണങ്ങളോട് കൂടിയാണ് ഇവിടെ വള്ളംകളി നടത്തി വരുന്നത് കാലങ്ങളായി. അത് ഒരു ചരിത്രം തന്നെയാണ്. ഇവിടുത്തെ ഈ വള്ളംകളിയുടെ വിശേഷങ്ങളും ഒക്കെ തന്നെ ഒരു ചരിത്രമാണ്. ആ ചരിത്രത്തിലൂടെയാണ് ഇപ്പോൾ വീണ്ടും ഇന്നൊരു ചരിത്ര ദിവസം കൂടി ഉണ്ടായിരിക്കുന്നത്. തീർച്ചയായും ഇവിടെയുള്ള ജനങ്ങൾക്ക് ഈ ഒക്കെ തന്നെ ഈ ഒരു ആവേശമുണ്ട്, അല്ലെങ്കിൽ ഈ വള്ളംകളിയുടെ അവരുടെ ആവേശവും അണമുറിയാത്തതാണ്. ആ ആവേശങ്ങളും ഈ സമയത്ത് പങ്കുവെക്കണം. എത്രത്തോളം ആവേശമുണ്ട് ഈ ഒരു വള്ളംകളി ഒരു പ്രദേശവാസികൾക്കൊക്കെ? ഇത് ആറന്മുളയുടെ ഉത്സവം ഇന്നാണ്, ഓണം. ആറന്മുളക്കാർക്ക് തിരുവോണത്തേക്കാൾ പ്രാധാന്യം ഇന്നത്തെ ദിവസമാണ്. അതുകൊണ്ട് അത് അത്രമാത്രം ദൂരെ നിന്ന സ്ഥലങ്ങളിലൊക്കെയുള്ള അതിഥികളൊക്കെ ആറന്മുളയിൽ എത്തുന്നത് ഈ ദിവസമാണ്.
അപ്പോൾ ആറന്മുള ശരിക്കും ആഘോഷിക്കുന്ന ദിവസം ഇന്നാണ്. ആറന്മുള മാത്രമല്ല, ഈ ആഘോഷം ലോകം മൊത്തം ഏറ്റെടുത്ത് കഴിഞ്ഞു വർഷങ്ങൾ മുന്നേ തന്നെ. അത്ര പ്രാധാന്യത്തോടെ നമ്മളെല്ലാം ഇതിനെ നോക്കിക്കാണുന്നു. ആവേശത്തോടെ കരകൾ ഇതിനെ സമീപിക്കുന്നു. ഇത്രയും വലിയ വിശാലമായ ഒരു ക്ഷേത്ര സങ്കേതം, 52 കരകളുടെ ഒരു പിന്തുണയുള്ള ഒരു ക്ഷേത്രം വേറെ ഉണ്ടോ എന്ന് തന്നെ സംശയമാണ്. അപ്പോൾ അതൊരു ഭക്തിയും ആഘോഷവും ആവേശവും ഒക്കെ കൂടിച്ചേരുന്ന ഒരു മനോഹരമായ കാഴ്ചയാണ് ഞങ്ങൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വർഷത്തെ ജലമേളയ്ക്ക് പള്ളിയോട സേവാ സംഘത്തിൻ്റെ പള്ളിയോട സേവാ സംഘത്തിൻ്റെ നിയമാവലിയുണ്ട്. ആ നിയമാവലിക്ക് വിരുദ്ധമായി കൂലിത്തൊഴിച്ചിൽ, വിസിലടി, ഇടിത്താളം അടക്കം ഉള്ള കാര്യങ്ങൾ ഉപയോഗിച്ചാൽ പള്ളിയോട സേവാ സംഘത്തിൻ്റെ നിയമാവലിക്ക് വിരുദ്ധമായ പ്രവർത്തിക്കുന്ന പള്ളിയോടത്തെ ഹീറ്റ്സ് കഴിഞ്ഞ ഉടനെ അവരെ അയോഗ്യരാക്കുന്നതായിരിക്കും. അതും ഈ കൊല്ലം പള്ളിയോട സേവാ സംഘവും റേസ് കമ്മിറ്റിയും എടുത്ത ശക്തമായ തീരുമാനത്തിൽ ഒന്നാണ്. കരക്കാരെ ഉപയോഗിച്ചുകൊണ്ട് മാത്രം മത്സര വള്ളംകളിയിൽ കരക്കാരെ ഉപയോഗിച്ചുകൊണ്ട് മാത്രം കർശനമായ മാനദണ്ഡങ്ങളോട് കൂടി തന്നെയാണ് ഈ പറഞ്ഞതുപോലെ ആറന്മുള ഉത്രട്ടാതി ജലമേളയ്ക്കുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി ജലമേള നടത്തുന്നത്. അവരുടെ ആവശ്യം പോലെ തന്നെ ആറന്മുളക്കാരുടെ ഓണം അവർ അത് ഇപ്പോൾ ആഘോഷിക്കുകയാണ്.